പാലക്കാട്ടുകാരെ പറ്റിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും പൈസ കൊടുത്തിട്ട് പറ്റിക്കാന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം പാലക്കാട്ടുകാര് അത്രയും എന്താ പറയാ സ്നേഹമുള്ളവരും സഹനശക്തിയും ക്ഷമയും എല്ലാം കൂടി ഉള്ളൊരു ആളുകളാണ് പാലക്കാടുകാര്. അപ്പൊ പാലക്കാട്ടുകാരെ നിങ്ങൾ ഒരിക്കലും പരീക്ഷിക്കാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് BJP-ക്കാരോട്. കാരണം ശോഭാ സുരേന്ദ്രൻ ശരിക്കും ശശികലയേക്കാളും കൂടുതൽ വിഷം ഇതിനാണെന്ന് അപ്പം തോന്നുന്നത്. കാരണം നുണ അത് പിന്നെ പൈസ കൊടുത്തിട്ട് ഞങ്ങളാണോ ചെയ്തത്, ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ചെയ്തത് ഒറ്റിക്കൊടുത്തത് ആരോ വെച്ച് കഴിഞ്ഞാൽ അവര് ആൾക്കാർ തന്നെയാണ്. പിന്നെ അതും പോരാ, ഒരു മകന്റെ പ്രായമുള്ള ഒരു പയ്യനെ അടിച്ച് നിന്റെ മോന്തക്കുറ്റി പൊളിക്കുന്ന പറയാന് എത്രത്തോളം ബുദ്ധി ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ ആ സ്ത്രീക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഇല്ല. നമ്മളിപ്പോ ഒരിക്കലും BJP-യെ നമ്മൾ കുറ്റം അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവര് ചെയ്യണൊക്കെ ഇങ്ങനെ ആകുമ്പോ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം വോട്ടിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുപോലൊരു തന്തയില്ലാത്ത പരിപാടി ചെയ്യാന്ന് പറയുമ്പോൾ, അപ്പോ ഈ തന്തയില്ലാത്ത പരിപാടി എന്ന് പറയുമ്പോൾ തന്തയില്ലാത്തവൻ എന്ന് പറയുന്നതിന് സുപ്രീം കോടതി അത് തെറ്റല്ല, ക്രിമിനൽ കുറ്റമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിട്ട് നിങ്ങൾ ഇനി ഇന്ന തന്തയ്ക്ക് വിളിക്കാൻ വരരുത്, അത് സുപ്രീം കോടതി പറഞ്ഞതാണ്. അപ്പോ ഈ ശോഭാ സുരേന്ദ്രൻ BJP അവര് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളും ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഏകദേശം മനസ്സിലാക്കി കണ്ടു. അത് ഇനിയിപ്പോ പ്രത്യേകിച്ച് അവര് ഇനി എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും അവര് ഈ സമയത്തൊക്കെ പിന്നെ ഈ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഏതൊരാളാണെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ഇമാതിരി പരിപാടി ചെയ്യാന്ന് പറയുമ്പോ അത് ശരിക്കും പറഞ്ഞ ഒരു ചെറ്റത്തരം തന്നെയാണ്. ചെറ്റത്തരം എന്നും കൂടിയും പറയാൻ പറ്റില്ല, രണ്ടാം കിട സ്വഭാവം എന്നും കൂടിയും പറയാം. അപ്പൊ അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇതിന് മുന്നേ ആവായിരുന്നു. ഇപ്പോ ഒന്നാമത്തത് എനിക്ക് തോന്നുന്നത് ചിലപ്പോ പൈസ ഇപ്പോഴാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവും. എനിക്ക് പുണ്യപ്രവൃത്തി ചെയ്യാനൊന്നുമല്ല, എനിക്ക് 25 ലക്ഷം രൂപ വേണം, അപ്പൊ അത് എങ്ങനെയെങ്കിലും എടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് നിതിൻ ഗഡ്കരി ഇതൊന്ന് ഒഴിവായി പോവും, പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോവും. ഇനിയിപ്പോ ഒഴിവാക്കുകയാണോ എന്തോ അറിയില്ല. ഇവരെ കാര്യമൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഒരിക്കലും. ഓരോ രാഷ്ട്രീയത്തിലുള്ള ഒരാളെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ ആവും, ഏത് രീതിയിൽ എത്തും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ LDF, UDF, BJP-ക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുത്തും തല്ലും വക്കാണോ പിന്നെ പല രീതിയിൽ ഇപ്പൊ നമ്മൾ കണ്ടു. അത് അല്ല ശരിക്കുള്ളൊരു രാഷ്ട്രീയം. പിണറായി വിജയൻ എന്താ പറഞ്ഞിട്ടുള്ളത്? കള്ളുകൂടി എന്റെ ആവേശമായിട്ട് മാറരുത്, അകത്തുള്ള കള്ളിന്റെ ആവേശമെല്ലാം പുറത്തെടുക്കേണ്ടത് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആവേശമാണ്. നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോന്ന് പറയാണ്ടാവും. എനിക്കും ഇങ്ങടുത്ത് പറയാണ്ടാവും, അല്ലെ നിങ്ങൾക്ക് ഇങ്ങടുത്ത് ഇന്റെ അടുത്ത് പറയാണ്ടാവില്ല, മറ്റൊരാളടുത്ത് പറയാണ്ടാവും. അപ്പൊ ആദ്യം നമ്മള് ഒരു പാർട്ടിനെയും ധിക്കരിച്ചുകൊണ്ട് പറയല്ല. അപ്പൊ ആദ്യം ഇതൊക്കെ ഒന്ന് കേൾക്കുക നിങ്ങള്. രാജ്യത്തിന്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം കോൺഗ്രസ്, ക്വിറ്റ് ഇന്ത്യ സമരം കോൺഗ്രസ്, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്, ബ്രിട്ടീഷ് പതാക താഴ്ത്തിയത് കോൺഗ്രസ്, പഞ്ചവത്സര പദ്ധതികൾ തീർത്തത് കോൺഗ്രസ്, ഹരിത വിപ്ലവം തീർത്തത് കോൺഗ്രസ്, ധവള വിപ്ലവം തീർത്തത് കോൺഗ്രസ്, പ്ലാനിംഗ് ബോർഡ് ഉണ്ടാക്കിയത് കോൺഗ്രസ്, തരിശു നിലങ്ങളിലേക്ക് വെള്ളമെത്തിച്ചത് കോൺഗ്രസ്, ഹിരാക്കുണ്ട് ബക്രാനങ്കൽ അണക്കെട്ടുകൾ തീർത്തത് കോൺഗ്രസ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉണ്ടാക്കിയത് കോൺഗ്രസ്, സൈനിക ശക്തിയായി രാജ്യത്ത് ഉയർത്തിയത് കോൺഗ്രസ്, ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാഷ്ട്രമാക്കി രാജ്യത്ത് ഉയർത്തിയത് കോൺഗ്രസ്, ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം തീർത്തത് കോൺഗ്രസ്, ധാർ മരുഭൂമിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ആണവപരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്, 65-ലെ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ നിയന്ത്രിച്ചത് കോൺഗ്രസ്, 71-ലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ കീഴടക്കിയത് കോൺഗ്രസ്, ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ തറയിൽ നിന്ന് ഇൻസാറ്റും ആര്യവട്ടയും എല്ലാ ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കാൻ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്,
നിയമനിർമ്മാണങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയത് കോൺഗ്രസ്, വിവരാവകാശ നിയമം നടത്തിയത് കോൺഗ്രസ്, കമ്പ്യൂട്ടർ വിപ്ലവം തീർത്തത് കോൺഗ്രസ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്, ഇന്തോ അമേരിക്കൻ ന്യൂക്ലിയർ ഡീലിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്, രാജ്യമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. दादी नरेंद्र आइंस्टाइन भाई साहब ने खुद ने बहुत तगड़ी बात a प्लस बी इंटू स्क्वायर इंटू ब्रैकेट स्क्वायर करे तो a प्लस बी इंटू ब्रैकेट स्क्वायर करे तो रिजल्ट आता है a स्क्वायर प्लस 2ab प्लस बी स्क्वायर. लौड़े ना भूज्यम ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഒന്നും പോയി പറയണ്ടെന്ന്. ഇയാളിപ്പോ ഇടപെട്ടിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട. വേറെക്ക് അയാൾ അറിയണ്ട. വേറെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു, പിറ്റേ ദിവസം ഭാഷ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു, അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ, മാഷയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാതെ പുണ്യപ്രവർത്തി ചെയ്യാനല്ല. അല്ല, അത് നമുക്ക് ഉറപ്പാണല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അപ്പോളേ ഇതൊക്കെയാണ് ശരിക്കുള്ള സംഭവങ്ങള്. ഇനിയിപ്പോ പ്രത്യേകിച്ച് സംഭവങ്ങള് നമ്മുടെ നാട്ടില് ഉണ്ടാവോ ഉണ്ടാവില്ലേ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇവര് ആകെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. പൊറുതി മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ നമുക്ക് റോഡിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എന്താ പറയാ, ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലേ ഇപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ എന്താ പറയാ എങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് റോഡില് ഉള്ള മര്യാദകള് പാലിക്കുക എന്ന് മാത്രമാണ്. അത് ഏറ്റവും വലിയൊരു പരിഗണന. അപ്പോ റോഡിലെ മര്യാദകൾ എന്താന്നൊക്കെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവര് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടേ വല്ല പറഞ്ഞു തന്നിട്ട് ഇപ്പോ നിങ്ങള് അത് അതേപോലെ ചെയ്യൊന്നുമില്ല. അപ്പോ പിന്നെ വാർത്താക്കാർക്ക് എന്തെങ്കിലും കിട്ടിയ പിന്നെ അത് തന്നെയാണ് അവർക്ക് വലിയ ആയുധം. അത് ചില ഒരു കമന്റ് ഞാൻ കണ്ടു, കിട്ടുന്നവർക്ക് കിട്ടിക്കോട്ടെ, എന്തിനാ നിങ്ങൾ മുടക്കാൻ നിൽക്കണേ. അവര് വോട്ട് ചെയ്യണത് അവരുടെ ഇഷ്ടമാണ്. അത് ഏത് വോട്ടാന്ന് നിങ്ങൾക്ക് അറിയില്ല. BJP ആണോ, LDF ആണോ, UDF ആണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും, നിങ്ങൾ ചിലപ്പോ BJPക്ക് വോട്ട് ചെയ്യാൻ പോണ ആള് ചിലപ്പോ നിങ്ങൾ നോട്ടൊക്കെ ആയിരിക്കും അടിക്കുക, അല്ലെങ്കിൽ UDFനാവും, അല്ലെങ്കിൽ LDFനാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവുമല്ലോ. ഏതൊരാൾക്കും ഒരു ഇഷ്ടമുള്ളൊരു ആളുണ്ടാവും, ഏതൊരാൾക്കും. അപ്പൊ അവർക്കല്ലേ അവര് ചെയ്യാം. പിന്നെ പൈസ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് അവര് ഈ വോട്ടിന്റെ ദിവസം തന്നെ ചെയ്തത് ശരിയായില്ല. പിന്നെ അത് മാത്രല്ല, അത് കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോ പിന്നെ ഒരാളുടെ മുഖം അടിച്ചു പൊളിക്കും എന്നൊക്കെ പറയുമ്പോ അവര് ഇനി ഭരണത്തിൽ വന്നാല് എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഇപ്പൊ തന്നെ അവര് വെല്ലുവിളിക്കാണ് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളെ മൊത്തം. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കാരണം അവര് നരേന്ദ്രമോദി ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങള്. കാരണം അത് ചില സമയത്ത് നമുക്ക് എഡിറ്റിംഗ് ആണോ അല്ലെങ്കിൽ നമുക്കത് വേറെ ആള് ഡബ് ചെയ്യണാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് ഒറിജിനലാണ്. അത് ഒരു വീഡിയോ അല്ലെങ്കിൽ 10 വീഡിയോ ഒക്കെ ആണെങ്കിലും ഇത് ഒരേ സമയത്ത് ഇങ്ങനെ വരുമ്പോ അപ്പൊ ഇവർക്ക് വിവരമല്ല അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയില്ല എന്നാ പറയണേ. എന്നിട്ടാണ് അവർ ഇവിടെ വന്നിട്ട് എയിംസ് കൊണ്ടുവരും, അതേപോലെ മൾട്ടിപ്പിൾ കോംപ്ലക്സുകൾ, വലിയ ആശുപത്രികൾ, നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളുകൾ കൊണ്ടുവരും എന്നൊക്കെ ഇവര് കേരളത്തിൽ വന്ന് വാഗ്ദാനം ചെയ്യണം. കാരണം ഇവിടെ ഉള്ളവർക്ക് എങ്ങനെ ഒരാളെ പറ്റിക്കാന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് അറിയാം. എന്നിട്ട് അവരെ നാട്ടിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നിൽക്കുക, പ്രത്യേകിച്ച് പാലക്കാട്ടുകാരെ. അത് നിങ്ങൾക്ക് ചിലപ്പോ പിന്നെ എന്താ പറയാ, ദേഹത്ത് മണ്ണ് പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ പാലക്കാട്ടുകാരെ കാര്യമാണ് പറഞ്ഞത്. കാരണം അവര് വളരെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ഷമയും സ്നേഹവും പരിരക്ഷയും സംരക്ഷണവും ഒക്കെ തരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ പറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ LDF ഇപ്പൊ 10 വർഷം ഭരിച്ചിട്ടാണ് ഇപ്പോ അവര് പിന്നെ വേറെ ആരും തന്നില്ലേ, വേറെ ഒരു പാർട്ടിക്കാരും തന്നില്ലേ ചോദിക്കണ്ടേ. അത് അവർക്ക് വാർത്തക്കുള്ള ദാരിദ്ര്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ വേറെ ആരും തന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അവർക്ക് പൈസ തന്നെയല്ലേ വേണ്ടത്. ഇപ്പൊ ആർക്കായാലും പൈസയാണ് വേണ്ടത്.
അല്ലാതെ ആർക്കെങ്കിലും സ്നേഹം വേണോ? അല്ല, വേണ്ട. ആർക്കും എല്ലാവർക്കും പണമാണ് വലുത്. അപ്പൊ പ്രത്യേകിച്ച് പ്രായമായ ഒരു സ്ത്രീയാണ്, അവർക്ക് മരുന്ന് വാങ്ങാനും അതിന് ഇതിനൊക്കെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ അത് പൈസ ഇപ്പൊ ആരായാലും 500 ആയാലും 5000 ആയാലും 10000 ആയാലും ആരായാലും ഞാനായാലും വാങ്ങും. പിന്നെ ഇത് പിടിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ വാർഡിൽ പോയിട്ടാണ് ഈ ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തത്. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാളല്ല വന്നിട്ട് വീഡിയോ എടുത്തത്. അത് അവരുടെ വാർഡിൽ ഏതൊരാളും ശോഭാ സുരേന്ദ്രൻ എന്നല്ല, വേറെ ഏത് പാർട്ടിക്കാർ വന്നാലും അവരെ വീഡിയോ എടുക്കും. വീഡിയോ നല്ല ഫോട്ടോ എടുക്കും. അത് തെളിവാണ്. പിന്നീട് അത് തെളിവാണല്ലോ, എന്തിനും തെളിവാണ്. അപ്പൊ അവര് ശോഭ ചോദിക്കണ്ട്, നിങ്ങൾ ആ വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവര് കണ്ടിട്ടില്ലേ, ആ ഫോട്ടോ എടുക്കണ്ട, എന്റെ ഫോട്ടോ എടുക്കാം, ഇവനാരാ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഭീഷണിയാണ്, ശരിക്കും ഭീഷണി. അപ്പോ ഇവിടെ ഒരു MLA അല്ലെ ഒരു MP അല്ലെ വേറെ എന്തെങ്കിലും ഒരു ഞാഞ്ഞൂല് വന്നു കഴിഞ്ഞാല് ഇവര് നമുക്ക് ഒന്നും തരില്ല, ഉറപ്പായിട്ടും പറയാം. അപ്പൊ പിന്നെ ഈ പറയണ എന്താ അറിയോ, ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇവര് തമ്മിൽ ആവും അടി. അതിപ്പോ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് എന്താ പറയാ പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. നമ്മള് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ട് വേണം എന്തും ചെയ്യാൻ. ഇപ്പോ ഞാൻ എൻ്റെതായ ഒരു കാര്യം പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണം. നമ്മളെ ഇപ്പോൾ ഏതൊരാൾക്കും ഒരു രഹസ്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. രഹസ്യം ഉണ്ട് ഏതൊരു വ്യക്തിക്കും. ചിലവരത് തുറന്നു പറഞ്ഞ് ആത്മഹത്യ ചെയ്യണു, ചിലരത് തുറന്നു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ തന്നെ ജീവിക്കുന്നു, ഒന്നും പറ്റാത്ത അല്ല ഒന്നും ആവാത്ത പോലെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കാര്യമായിട്ട് ബസ് സർവീസുകളില്ല. കാരണം ഒക്കെ ഈ ബസ്സുകളൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോയിക്കാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓടുന്ന 2-3 ബസ്സുകളൊക്കെ കൊല്ലങ്കോട് ഭാഗത്താണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ട്രാഫിക്കത്തെ അതേപോലത്തെ ഇവിടുത്തെ പോലീസ് സാറന്മാരെയൊന്നും കാണാനല്ല. അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ഇത്. പരിചയമില്ലാത്ത സ്ഥലത്താകുമ്പോൾ പിന്നെ ആരും കണ്ടറിഞ്ഞ് വോട്ട് ചെയ്യില്ലല്ലോ. പിന്നെ നമ്മുടെ ഈ UDFന്റെ സ്ഥാനാർത്ഥി VD സതീശൻ മോഡിഫിക്കേഷൻ ചെയ്ത വാഹനങ്ങൾ അവര് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിക്കോട്ടെ, പിള്ളേര് അല്ലേ, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നമ്മുടെ എന്താ പറയാ ഈ പിന്നെ എന്താ പറയാ ഗതാഗത മന്ത്രി ഗണേഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഹൈക്കോടതി റദ്ദാക്കിയതാണ്, അങ്ങനെയാക്കിയതാണ്, ഇങ്ങനെയാക്കിയതാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വർഷം പ്രളയത്തില് എന്തൊക്കെ നമ്മൾ കണ്ടു, ഏതൊക്കെ രീതിയിൽ നമ്മൾ അനുഭവിച്ചു. കാരണം സർക്കാരിന്റെ ഒരു വണ്ടിയും വെള്ളത്തുകടയും തോട്ടുകടയും ഇതുകടയും പോവില്ല. അപ്പോ ഇവര് എന്തിന്റെ രീതിയിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ദ്രോഹിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെയും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളൊരു മനസ്സ്, അതായത് ഒരാള് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് എന്താണ് ഇത്ര കുത്തിക്കഴപ്പ്? അവര് രീതിയിൽ പണം ചെലവഴിക്കട്ടെ, അതിനല്ല അവർ പണിയെടുക്കണത്. പിന്നെ അത് മാത്രമല്ല, വെറുതെ അല്ലല്ലോ, സർക്കാരിന് ടാക്സ് ആയിട്ടും ഫൈനായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെ നമ്മുടെ കേരളത്തില് പിന്നെ ബൈക്ക് റാലികളും പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ മോട്ടോർ വെഹിക്കിളിന്റെ ഈ രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അല്ല ഹോണുകൾ മുഴക്കിയിട്ടും പിന്നെ പല രീതിയിൽ നമ്മൾ കണ്ടു വാഹനം ഓടിക്കണത്. അപ്പോഴൊന്നും ഈ പോലീസുകാർക്കോ മോട്ടോർ വാഹന വകുപ്പിനോ ഒരു എന്താ പറയാ നിയമത്തിന്റെ പരമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിത് കുറ്റം പറയല്ല. പിന്നെ വളവിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഇവര് ഭയങ്കര എന്താ പറയാ ഇരയെ കണ്ട സിംഹത്തെ പോലെയാണ്. അത് രണ്ട് നീതിയാണ്. പിന്നെ വേറൊന്ന്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫ്ലക്സുകൾ ഒന്നും എടുത്തിട്ടില്ല. കാരണം അതൊക്കെ എന്താ പറയാ അത് അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ കോഴിക്കൂടിനും അല്ലെങ്കിൽ കാർ ഷെഡിനും അതിന് ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തും. പിന്നെ ചിലത് അങ്ങനെ കീറിപ്പോവും. കേട്ടോ, കുറച്ച് വിട്ട് പിടിക്കേ, നടുക്കൂടെ ഓടിക്കണ്ട പറയാ. ഞാൻ എന്റെ ലൈനാണ്. എന്നാ അങ്ങോട്ട് പിടിച്ച് നിങ്ങള് വിട്ട് പിടിച്ചിട്ട് ഞങ്ങളെ 7 ഒലക്കടെ ഇങ്ങോട്ട് കയറുന്നത്.
നമ്മള് പരമാവധി വേണ്ട വെക്കുമ്പോ പിന്നെ നെഞ്ഞത്ത് കയറാൻ വരാ പിന്നെ എന്താ ചെയ്യാ. അപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ പറയണത്, വാഹനം ഓടിക്കുമ്പോ നിങ്ങള് അവനിന്നെ ഇവിടെ തള്ളി നീക്കേ ബ്ലാഡി എന്നാ പറയണ. അപ്പോ ഇതിപ്പോ എന്തിന്റെ തിരക്കാന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും തിരക്ക് തന്നെയാണ്. ഇവിടെ നമ്മുടെ കോങ്ങാടില് എന്തായാലും നമ്മുടെ തുളസി ടീച്ചർ തന്നെയാവും. മണ്ണാർക്കാടില് ആരാണ് വെച്ച് കഴിഞ്ഞാല്, മണ്ണാർക്കാടില് എന്തായാലും സംസുദീനിൽ തന്നെയാവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോ 15 വർഷമായി മൂപ്പരെ ഇവിടെ മണ്ണാർക്കാടുകാര് സ്വീകരിച്ചിട്ട്. അത് ഇപ്രാവശ്യം മൂപ്പര് മണ്ണാർക്കാടിലുള്ളവര് മണ്ണാർക്കാട് ജനനായകൻ, വികസന നായകൻ എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷെ കാര്യമായിട്ട് ഇവിടെ വികസനം ഒന്നും വന്നിട്ടില്ല. വികസനം വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ 5-6 എന്താ പറയാ ഈ ലൈറ്റുകള്, ഹൈമാസ് ലൈറ്റുകള് സംസുദീന്റെ പേരില് ഇവിടെ വന്നിട്ടുണ്ട്. അത് ആണോ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല വികസനം. അപ്പോ എന്തായാലും ഇവിടെ മണ്ണാർക്കാട് സംസുദീൻ തന്നെയാവും ജയിക്കുക, വേറെ ആരും ജയിക്കാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഐസക്ക് നമ്മുടെ മണ്ണാർക്കാടിലെ BJP NDA സ്ഥാനാർത്ഥി, പിന്നെ അതേപോലത്തെ LDFന്റെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സംസുദീന് ഞങ്ങൾ തിരൂർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പൊ മൂപ്പര് ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കുക എന്നൊക്കെ പറയട്ടെ. അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ കളിയാക്കാനോ നമ്മൾ ആവശ്യമില്ലാത്ത കമന്റ് ഇടാനൊന്നും പോവാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാഷ്ട്രീയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചായക്കടയിൽ ഇരുന്നിട്ട് പരസ്പരം രാഷ്ട്രീയം പറഞ്ഞു. അത് വേറൊരു രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർക്ക് അത് പറ്റിയില്ല. പിന്നെ അവിടെ കടയിൽ പൊരിഞ്ഞ അടിയല്ലേ നടന്നത്. അപ്പൊ അതേപോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ എന്താ പറയാ ഒരു വൈറസും കൂടിയാണ്. ഇപ്പൊ നമുക്കിപ്പോ കൊറോണ ആയിരുന്നു ആദ്യത്തെ ഒരു വൈറസ്. പിന്നെ അങ്ങനെ കുറെ വൈറസുകൾ നമ്മൾ കണ്ടു, അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പക്ഷെ ഈ രാഷ്ട്രീയമായിട്ടുള്ള വൈറസിനെ നമ്മൾ കൊണ്ടു നടന്നാല് അത് കുടുംബം നശിക്കും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തലമുറയെ നശിപ്പിക്കും. അപ്പോൾ രാഷ്ട്രീയം വേണം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ, ഞാൻ രാഷ്ട്രീയം പറഞ്ഞ് പഠിപ്പിക്കില്ല, എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളത് പറയണം. ഇനി ഇപ്പോ ഈ ശോഭാ സുരേന്ദ്രൻ ചെയ്ത പരിപാടിക്ക് എന്താ പറയാ, ഇനി വോട്ടിൻ്റെതായ രീതിയിലുള്ളൊരു ഇതുണ്ടാവുമെന്നൊന്നും സംശയമാണ്. ഇനിയിപ്പോ എന്തായാലും UDF വെറുതെ ഇരിക്കില്ല. കാരണം ഇവർക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ, ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അവർക്ക് പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് പ്രതിഷേധിക്കുക, അങ്ങനെയുള്ള ഓരോ പരിപാടികളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ള വാർത്തകളൊക്കെ മറക്കാനായിട്ട് ഓരോ എന്താ പറയാ ഓരോ സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വാർത്താക്കാര്. ശരിക്കും പറഞ്ഞാൽ ഇവരെ കൊണ്ടാണ് ആകെ പൊറുതി മുട്ടിയിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും ഇത് ഇങ്ങനെ വാർത്തകളും അതേപോലെ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് വലിയൊരു എന്താ പറയാ പ്രശ്നം തന്നെയാണ്. അപ്പോ നമ്മള് അപകടപ്പെടുത്താതെ റോഡിന്റെ ലൈൻ ട്രാഫിക് തെറ്റിക്കാതെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മുന്നിൽ പോകുമ്പോഴോ അല്ലെ നമ്മൾ ഇടയ്ക്കിടെ കയറുമ്പോഴോ ഒക്കെ നമ്മൾ ട്രാഫിക്കിൽ നിന്നല്ല, നമ്മളെ ചിലപ്പോൾ മണ്ട തന്നെ പൊട്ടും. പരമാവധി നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റിക്കാതെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുക, അല്ലാന്ന് ഭ്രാന്ത് വരുന്നു. അപ്പോ ഇനി നാളെയാണ് ഇപ്പോ വോട്ടിന്റെ ഒരു ദിവസം. അപ്പോ ചില സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ഈ വലിയ നേതാക്കന്മാർക്ക് അതേപോലെ തന്നെ അവരുടെ വലിയ വലിയ ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഏത് രീതിയിലാണെങ്കിലും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വോട്ട് ചെയ്യുക, വീട്ടിലേക്ക് പോരുക. പിന്നെ അല്ലാതെ അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ചിലപ്പോ ലാത്തി വീശലും കല്ലേറും ഒക്കെ ഉണ്ടാവും.
അപ്പൊ അതിനൊന്നും ഇടം കൊടുക്കാതെ നിങ്ങൾ വോട്ട് ചെയ്യണു, നിങ്ങൾ ജോലിക്ക് പോണു, അല്ല ജോലിയുടെ ഇടയിൽ നിന്ന് വോട്ട് ചെയ്യാൻ വരുന്നു, നിങ്ങൾ വോട്ട് ചെയ്യണു, പിന്നെ ജോലിക്ക് പോകണു, വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കണു, ഇനി കുടുംബമാണെങ്കിലും അവിഹിതമാണെങ്കിലും എന്താണെങ്കിലും അത് സന്തോഷത്തോടു കൂടി ഭംഗിയായിട്ട് നടത്തുക. നമ്മുടെ ഒരു വീണവായന ഇതാണ്. പിന്നെ BJP എന്ന് പറയുന്ന വർഗീയ പാർട്ടിയാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് മുസ്ലിം ലീഗാണ് വർഗീയത പാർട്ടി എന്ന്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, വേണമെങ്കിൽ വീഡിയോ സഹിതം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.